നമസ്കാരം. 2026 സംബന്ധിച്ചിടത്തോളം മിക്ക സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ നടന്നു എന്നതും പശ്ചിമ ബംഗാളിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിലവിൽ ഈ സമയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ തന്നെ കുറച്ച് നേതാക്കളെല്ലാം തന്നെ BJP-യിലേക്ക് പോകുന്നു. BJP-യിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. BJP-യിലേക്ക് ചാടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു എന്നടക്കമുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ BJP-യെ താഴെ ഇറക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ട് പോലും കോൺഗ്രസിന് അങ്ങനെയുള്ള വലിയ രീതിയിൽ അവർക്ക് ഒരു കാര്യവും നേടാൻ സാധിച്ചില്ല. കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ ഒരു വിലയും കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനുള്ള, അതായത് കോൺഗ്രസിൽ തന്നെയുള്ള നല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സത്യത്തിൽ അവർക്ക് ജനങ്ങളെ സേവിക്കാനോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന പാർട്ടിയായിട്ട് രാഹുൽ ഗാന്ധിക്ക് വലിയ താല്പര്യമില്ല. രാഹുൽ ഗാന്ധിക്ക് പട്ടായയിലേക്ക് പോയി ഈ വിദേശികളുമായിട്ടൊക്കെ കറങ്ങി നടന്ന് വിദേശ ടൂറിനാണ് താല്പര്യം. സോണിയാഗാന്ധിക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ നേതൃത്വ മുൻനിരയിൽ ഇരിക്കുന്നവർ, അത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് പാർട്ടിയോട് ഒരു കൂറും സ്നേഹവും ഇല്ലാതിരിക്കുമ്പോൾ അണികൾക്ക് ഒരു വലിയൊരു നെഗറ്റീവായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തരായി നിൽക്കുന്ന BJP-യിലേക്ക്, അത് കേന്ദ്രം ഭരിക്കുന്ന രാജ്യത്ത് ഭരിക്കുന്ന BJP-യിലേക്ക് ഓരോ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിലെ അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലിൽ കോൺഗ്രസിന്റെ കനത്ത തിരിച്ചടി നേരിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അവിടെ 12 കോൺഗ്രസ് കൗൺസിലർമാർ BJP-യിൽ ചേർന്നിരിക്കുന്നു. അംബർനാഥിൽ പരമ്പരാഗത എതിരാളിയായ കോൺഗ്രസുമായി സഖ്യമുണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് 12 പേരെയും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ കോൺഗ്രസ് കൗൺസിലർമാർ BJP-യിൽ ചേരുകയായിരുന്നു. ഡിസംബർ 20-നാണ് അംബർനാഥിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ഷിൻഡെയുടെ ശിവസേനയാണ്. 27 സീറ്റാണ് ഇവർ നേടിയത്. എന്നാൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJP-യിൽ ചേർന്നതോടെ BJP-ക്ക് കൗൺസിലിൽ 26 സീറ്റായി. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് 4 സീറ്റുണ്ട്. ഈ 3 കക്ഷികളും ഒന്നായത് സഖ്യമുണ്ടാക്കിയത്. ബലത്തിൽ കോൺഗ്രസ് മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് പുറത്തായി. ഇതോടെ BJP-ക്ക് അംബർനാഥിൽ NCP പിന്തുണയോടെ ഭരിക്കാൻ സാധിക്കും. ഇവിടെ ഷിൻഡെയും BJP തമ്മിൽ സൗഹൃദ മത്സരമായിരുന്നു നടന്നത്.